ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ 50 ദിവസങ്ങളൊക്കെ പിന്നിട്ട് 8 ആഴ്ച ഇപ്പോൾ വോട്ടിംഗ് നടന്നിരിക്കുകയാണ്. 15 പേര് ബാലൻസ് നിൽക്കുന്നത്, 11 പേര് നോമിനേഷനിൽ വന്നപ്പോൾ ഇപ്പോൾ വ്യാഴാഴ്ച രാവിലെയുടെ വോട്ടിങ്ങൊക്കെ എടുക്കുമ്പോൾ ആരൊക്കെ വോട്ടിങ്ങിൽ തകർന്നെന്നും വോട്ടിങ് വൻ കുതിപ്പുമായിട്ട് അനീഷ് ഷാനവാസും തന്നെ കുതിക്കുന്നുണ്ടെന്നൊക്കെ നോക്കാം. ആര്യൻ ജിസേൽ ബന്ധങ്ങളൊക്കെ അർത്ഥമാറ്റുമോ അല്ലെങ്കിൽ അക്ബർ ഗ്യാങ്ങിനൊക്കെ തകർച്ച ഉണ്ടോന്നൊക്കെ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ടാസ്കുകളെല്ലാം കുളവാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റും മാക്സിമം പ്രേക്ഷകരെ വെറുപ്പിക്കുന്ന ഒരു സീസണായിട്ട് 7ാം സീസൺ മാറുകയാണ്. ആക്ച്വലി ഇവരാരും മറ്റ് സീസണുകളൊന്നും കാണാതെയാണ് വന്നതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് അനീഷേട്ടൻ പോലും ഇതിനെക്കുറിച്ച് പഠിച്ചു വന്നിട്ട് ഒരു അനീഷേട്ടൻ കാണിക്കുന്ന ചില സമയത്തെ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലും വെറുത്തു. എന്തൊക്കെയാണോ അനീഷേട്ടനോടുള്ളൊരു ഇഷ്ടം അതിപ്പോഴും മാറാതെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടിങ്ങിൽ അനീഷേട്ടനെ പ്രേക്ഷകരും കൈവിട്ടിട്ടില്ല. 1,26,153 വോട്ടുമായിട്ട് നേരിയ ഇടിവുണ്ടെങ്കിലും അനീഷേട്ടൻ തന്നെയാണ് 1ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്ത് ഷാനവാസിക്കയെ കാണാൻ സാധിക്കുന്നുണ്ട്. ഷാനവാസിക്കയുടെ വോട്ടിങ്ങിൽ നേരിയ തകർച്ചയുള്ളൂ. 1,80,674 വോട്ട് മാത്രം സ്വന്തമാക്കാൻ ഷാനവാസിക്ക് സാധിച്ചപ്പോൾ 3ാം സ്ഥാനത്ത് ലക്ഷ്മിനെയാണ് കാണാൻ സാധിക്കുന്നത്. ലക്ഷ്മിക്ക് വോട്ടിങ്ങിൽ നല്ലൊരു പുരോഗമനമുണ്ട്. പ്രത്യേകിച്ച് ആതിരയുടെ വോട്ട് ഇടിഞ്ഞത് ലക്ഷ്മിക്ക് ഗുണകരമായിട്ട് മാറി. 86,038 വോട്ടുമായിട്ട് ലക്ഷ്മി നിൽക്കുമ്പോൾ 4ാം സ്ഥാനത്ത് വോട്ടിങ്ങിൽ തകർച്ച നേരിട്ട് ആതിര നിൽക്കുകയാണ്. ആതിരയ്ക്ക് കഴിഞ്ഞ മണിക്കൂറുള്ള എല്ലാത്തിനെ നേരിയ തോതിലുള്ള വോട്ടിങ്ങുകൾ മാത്രമേ സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ. 76,910 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 5ാം സ്ഥാനത്ത് ഞെട്ടിച്ച മുന്നേറ്റമായിട്ട് ജിഷിൻ ചേട്ടൻ തുടരുകയാണ്. ജിഷിൻ ചേട്ടന് നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. 73,459 വോട്ടുമായിട്ട് ഒരുപക്ഷെ ഒരു മണിക്കൂർ ആതിരനെ കട്ടിമറിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 6ാം സ്ഥാനത്ത് ആര്യൻ്റെ കുതിപ്പ് തുടരുകയാണ്. ആദ്യം വോട്ടിംഗ് തുടങ്ങിയ ആദ്യ മണിക്കൂറുകളിലൊക്കെ ആര്യൻ വോട്ടിംഗ് തകർച്ച നേരിട്ടെങ്കിലും ഇപ്പോൾ ഇത് ശക്തമായിട്ട് തിരിച്ചു വരികയാണ്. 66,972 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ നിലവിലിത 7ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന അക്ബറിക്കനെയാണ് കാണാൻ സാധിക്കുന്നത്. അക്ബറിക്കും ഹൗസ് മേറ്റുകളുടെ ഇടയിലുള്ള ഒരു ചലനം വോട്ടിങ്ങിൽ സൃഷ്ടിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. 65,803 വോട്ടുമായിട്ടാണ് അക്ബറിക്ക നിൽക്കുമ്പോൾ 8ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ ജിസേൽ തുടരുകയാണ്. ജിസേലിൻ്റെ വോട്ട് 62,248 വോട്ടുകളും. എന്തൊക്കെയാണ് വൈൽഡ് കാർഡിന് മുമ്പുള്ള ജിസേൽ അനുമോൾ ഒരു കൊമ്പുകോർക്കരൊക്കെ വോട്ടിങ്ങിൽ വൻ ഉയർച്ച ഉണ്ടാക്കിയായിരുന്നു ജിസേലിന്. എന്നാൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള കണ്ടന്റുകളൊന്നും തന്നെ ജിസേലിനില്ല. 9ാം സ്ഥാനത്ത് ബിന്നി തുടരുന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 53,997 വോട്ടുമായിട്ടാണ് ബിന്നി നിൽക്കുന്നത്. ഡേഞ്ചർ സോണിലാണ് ഒരുപക്ഷെ ഒരു മണിക്കൂർ മുന്നേറ്റം നടത്തുമെന്നും കണ്ടു തന്നെ അറിയാം. നിലവിൽ 10ാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോണിൽ സാവുമോനെയാണ് കാണാൻ സാധിക്കുന്നത്. സാവുമോൻ്റെ വോട്ട് 47,681 എന്ന് പറയുന്ന വോട്ടിംഗ് മാത്രം സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ. സാവുമോനെ നല്ല രീതിയിൽ വോട്ടിംഗ് തകർച്ച എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഏറ്റവും കൂടുതൽ 11ാം സ്ഥാനത്ത് അഭിലാഷാണ് തുടരുന്നത്. 46,890 വോട്ട് മാത്രം സ്വന്തമാക്കി അഭിലാഷ് ഏറ്റവും ഡേഞ്ചർ സോണിലാണ് ഇതുവരെ നിൽക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ അഭിലാഷ്, സാബു, ബിന്നി തുടങ്ങിയവർക്കൊക്കെ നിർണായകമായിട്ട് മാറും. കാത്തിരിക്കാൻ ഒരു മണിക്കൂറിൽ ഏറ്റവും നിർണായകമായിട്ട് മാറുന്ന ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. എന്തൊക്കെയാണ് ടാസ്കുകളെല്ലാം കുളവാക്കുന്നുണ്ടെങ്കിലും ആരെങ്കിലും മികച്ച ഗെയിം കളിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയോട്ട് ആ ഒരു കണ്ടസ്റ്റന്റിന് കൊടുക്കാൻ മറക്കണ്ട. അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.